നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ. പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്നും വിള്ളലില്ലാത്ത വീട് പണിയാൻ പറ്റിയ ആളെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ചാണ്ടി ഉമ്മൻ. വീട്ടുകാരനെ സൈബർ ആക്രമണം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഒരാളെങ്കിലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് വയനാട്ടിലെ വീടിന്റെ കാര്യത്തിൽ കണ്ടതെന്നും UDF അധികാരത്തിൽ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണമുണ്ടാകുമെന്നും ചാണ്ടി ഉമ്മൻ. രാഹുൽ ഗാന്ധി പറയുന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി. കൊടും ചൂട്. പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയും കൈവഴികളും മെലിഞ്ഞുണങ്ങുന്നു. കഠിനമായ ചൂടിൽ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ട്. വേനൽ ചൂട് കടുക്കുമ്പോൾ ആശങ്ക മാറാതെ ജനങ്ങൾ. സ്വകാര്യ ചാനൽ അവതാരികയ്ക്കെതിരെ ട്രെയിനിൽ ലൈംഗികാതിക്രമം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി 68 വയസ്സുള്ള ബാലകൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇയാളെ പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ. ദേശമംഗലത്തെ കിണറ്റിൽ അകപ്പെട്ട ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ ആൾ കിണറ്റിൽ അകപ്പെട്ടു. രക്ഷകരായി ഷൊർണൂർ അഗ്നിശമന സേന. ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനായില്ല. അമ്മയാന വരുമെന്ന പ്രതീക്ഷ പൊലിഞ്ഞതോടെ കൂട്ടം തെറ്റി പാറയെടുക്കൽ കഴിഞ്ഞ ആനക്കുട്ടിയെ ധോണി ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി വനപാലകർ. 6 ദിവസം പ്രായമായ കുട്ടിയാനയെ വനപാലകർ കണ്ടെത്തിയത് അട്ടപ്പാടി അമ്പന്നൂർ പാറയെടുക്കിൽ നിന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മന്ത്രി കെ രാജനെ പരിഹസിച്ച ചാണ്ടി ഉമ്മൻ. പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്നും വിള്ളലില്ലാത്ത വീട് പണിയാൻ പറ്റിയ ആളെ തൃശ്ശൂരിൽ നിന്നും കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. വീട്ടുകാരനെ സൈബർ ആക്രമണം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഒരാളെങ്കിലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് വയനാട്ടിലെ വീടിൻ്റെ കാര്യത്തിൽ കണ്ടതെന്നും UDF അധികാരത്തിൽ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറയുന്ന ആൾ മുഖ്യമന്ത്രിയാകുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നമ്മളെന്ത് പറയാനാ, നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അവന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ആ വീട്ടുകാരൻ എന്താ പറഞ്ഞേ? ഞങ്ങളാരും പറയണ്ട. ആ വീട്ടുകാരൻ എന്ത് പറഞ്ഞു നമ്മളെല്ലാം കണ്ടയാ. ഞങ്ങളാരും പറഞ്ഞതല്ല. ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിൻ്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാണ്. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. കാരണം സത്യം പറയുന്ന ആരാണെങ്കിലും ഇവിടെ ചിലർ അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു കാലമാണല്ലോ ഇത്. സഹിഷ്ണുത ഉണ്ടാവണം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളം കരയേറി വന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പുതിയ ദുരന്തമായിട്ട് ഞാൻ കരുതുക. കാരണം അതുകൊണ്ട് സത്യം മറച്ചു വെക്കുവാൻ എത്ര സൈബർ ആക്രമണം നടത്തിയിട്ടും കാര്യമില്ല. ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് UDFന്റെ വരും. ഇതിനൊക്കെ അന്വേഷണം ഉണ്ടാകും. അടുത്ത മുഖ്യമന്ത്രി ഉറപ്പിക്കും, അത് യാതൊരു സംശയവും വേണ്ട. കൊടും ചൂടിൽ ഭാരതപ്പുഴയും കൈവഴികളും മെലിഞ്ഞുണങ്ങുന്നു. പ്രധാന ജലസ്രോതസ് കൂടിയാണ് ഭാരതപ്പുഴ. അതേസമയം ചൂട് കൂടിയതിനാൽ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിവസവും വേനൽ ചൂട് കൂടുമ്പോൾ ആശങ്കയിലാണിപ്പോൾ ജനങ്ങൾ. കൊടും വേനലിൽ ഭാരതപ്പുഴ മെലിഞ്ഞുണങ്ങിയ കാഴ്ചയാണിത്. കൈവഴികളും സമാനമായ അവസ്ഥ. പാലക്കാട് ജില്ല വെന്തുരുകുന്ന അവസ്ഥയാണിപ്പോൾ. പ്രധാന ജലസ്രോതസ് കൂടിയാണ് ഈ കാണുന്ന ഭാരതപ്പുഴ. പൈപ്പ് വഴി വെള്ളം ലഭിക്കാൻ തടയണകളാണ് ഏകമാർഗം. അവിടെയും നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒഴുക്ക് പൂർണ്ണമായി നിലച്ചതോടെ പല ഭാഗങ്ങളും മരുഭൂമിക്ക് സമാനമായി. ഇത്തവണ വേനൽ മഴ തീരെ ലഭിക്കാത്തതാണ് ഭാരതപ്പുഴ നീർച്ചാലായി മാറാൻ കാരണമായത്. കഴിഞ്ഞ തവണ മാർച്ച് മുതൽ കാലവർഷം ആരംഭം വരെ കൃത്യമായ ഇടവേളകളിൽ വേനൽ മഴ ലഭിച്ചതിനാൽ വേനലിലെ വറുതി കുറവായിരുന്നു. ചൂട് കൂടുതൽ കനത്തോടെ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത ചൂട് കാരണം പുറം ജോലികളിൽ ഏർപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. നല്ല ചൂടാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. സാധനമൊക്കെ നല്ലോണം എല്ലാവരും വാങ്ങുന്നുണ്ട്. ഭയങ്കര ഈ ചൂട് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ മരങ്ങളുണ്ട് എന്നല്ലേ ഉള്ളൂ, പക്ഷെ എന്നാലും ചൂട് ഭയങ്കര ആവിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങുന്നവരിൽ പലരും കുടചൂടി നടക്കുന്ന കാഴ്ചയാണ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പലവിധ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഓരോ ദിവസവും ചൂട് കൂടുമ്പോൾ കൂടുതൽ ആശങ്കയിലാണപ്പോൾ പൊതുജനം. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. സ്വകാര്യ ചാനൽ അവതാരികയ്ക്കെതിരെ ട്രെയിനിൽ ലൈംഗികാതിക്രമം നടത്തിയ വയോധികനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ 68 വയസ്സുള്ള
ബാലകൃഷ്ണനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. തലശ്ശേരിയിൽ നിന്നും എറണാകുളത്ത് ജനശതാബ്ദി എക്സ്പ്രസിൽ D13 കോച്ചിൽ യാത്ര ചെയ്ത 24-കാരിയെ കൂത്തുപറമ്പ് സ്വദേശിനിയോട് തൊട്ടടുത്ത സീറ്റിലിരുന്ന ബാലകൃഷ്ണൻ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. ഉടൻ തന്നെ യുവതി ഷൊർണൂർ പോലീസിനെ വിവരമറിയിക്കുകയും ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോൾ ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലത്തെ കിണറ്റിലകപ്പെട്ട് ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ ആൾ കിണറ്റിലകപ്പെട്ടു. ഷൊർണൂർ അഗ്നിശമന സേന അംഗങ്ങളാണ് കിണറ്റിലകപ്പെട്ട ആളെ രക്ഷപ്പെടുത്തിയത്. അതേസമയം ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനായില്ല. 30 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ ആട്ടിൻകുട്ടി അകപ്പെടുകയായിരുന്നു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ 16-ാം വാർഡ് മെമ്പർ കൂടിയായ മഞ്ജുളയുടെ ആറങ്ങോട്ടുകരയുള്ള വീട്ടിലാണ് ആട്ടിൻകുട്ടി കിണറ്റിലകപ്പെട്ടത്. വീട്ടിൽ ജോലിക്കെത്തിയ 47-കാരൻ മുരളി ഉടനെ കിണറ്റിലിറങ്ങുകയും ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ കിണറ്റിൽ ഓക്സിജൻ കുറവായതുമൂലം മുരളി കിണറ്റിൽ അകപ്പെടുകയായിരുന്നു. ടേബിൾ ഫാൻ കെട്ടിയിറക്കി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും കിണറ്റിലകപ്പെട്ട ആൾക്ക് കയറി വരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. തുടർന്ന് അഗ്നിശമന സേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഓഫീസർ AK ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു. മുരളിയെ രക്ഷിച്ച് പുതുജീവൻ നൽകാനായെങ്കിലും ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനായില്ല. S ഹരിരാജ്, P കൃഷ്ണദാസ്, CM ശിവപ്രദാസ്, KK ഇബ്രാഹിം, M രഞ്ജിത്ത്, രവീന്ദ്രൻ, KC സജീവ് എന്നിവരായിരുന്നു മറ്റ് സേനാംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അമ്മയാന വരുമെന്ന പ്രതീക്ഷ പൊലിഞ്ഞതോടെ കൂട്ടം തെറ്റി പാറയെടുക്കൽ കഴിഞ്ഞ കുട്ടിയാനയെ ധോണി ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. 6 ദിവസം പ്രായമായ കുട്ടിയാനയെ കഴിഞ്ഞ 14-നാണ് അട്ടപ്പാടി അമ്പന്നൂർ പാറയെടുക്കിൽ നിന്നും വനപാലകർ കണ്ടെത്തിയത്. മണ്ണാർക്കാട് RRTയുടെ നേതൃത്വത്തിൽ പ്രത്യേക വാഹനത്തിലാണ് കുട്ടിയാനയെ ധോണി ആനപരിപാലന കേന്ദ്രത്തിലെത്തിച്ചത്. 14 മുതൽ വനപാലകരുടെ സംരക്ഷണയിലായിരുന്നു ആനക്കുട്ടി. മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇളനീരും ലാക്ടജനും നൽകിയാണ് ആനക്കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിച്ചത്. ദിവസം കഴിയുന്തോറും കൂടുതൽ പരിചരണം ആവശ്യം വരുന്നതുകൊണ്ടാണ് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനക്കുട്ടിയെ ധോണി ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ദിനാചരണം പാലക്കാട് താലൂക്ക് യൂണിയൻ ഓഫീസിൽ സമുചിതമായി ആചരിച്ചു. ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രത്തിന് മുന്നിൽ യൂണിയൻ നേതാക്കൾ ഭദ്രദീപം തെളിച്ച് പുഷ്പാർച്ചനയും നടത്തി. പാലക്കാട് താലൂക്ക് യൂണിയൻ ഓഫീസിലാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ദിനാചരണം സമുചിതമായി ആചരിച്ചത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ സ്വാമികളുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിച്ചു. ചട്ടമ്പി സ്വാമി തിരുവള്ളികളുടെ 102ാം സമാധി ദിനമാണ് ഇന്ന്. അത് പാലക്കാട് താലൂക്ക് NSS യൂണിയൻ വളരെ സമുചിതമായി ഇന്നിവിടെ ആചരിക്കുകയാണ്. 1853 തിരുവനന്തപുരം കണ്ണമൂലിയിൽ ജനിച്ച 1924 കൊല്ലം പന്മനയിൽ സമാധി അടഞ്ഞ ശ്രീ ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറിയപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറുക, ആ കേരളീയ നവോത്ഥാനത്തിന് ഏറ്റവും ശക്തി നൽകിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഒരു ആശ്രമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനോ അല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. നഗരഗ്രാമങ്ങളിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് മാനവ മൂല്യത്തെക്കുറിച്ചുള്ള അറിവുകൾ കൊടുത്ത് ജാതിക്കും മതത്തിനും അതീതമായി വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ സർവ്വ ഭാഷകളെക്കുറിച്ചും പരിജ്ഞാനമുള്ള, മനുഷ്യൻ്റെ മാത്രമല്ല മൃഗങ്ങളുടെയും പക്ഷികളും സസ്യജാലങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള അവരുടെ ഭാഷ വശമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തെക്കുറിച്ച് പറയുക, കാവ്യ വസ്ത്രം ധരിക്കാത്ത ഒരു സന്യാസി വര്യൻ എന്നാണ് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിക്കുക. യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സമാധി ദിനാചരണത്തിൽ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, P സന്തോഷ് കുമാർ, V രാജാമോഹനൻ, C കരുണാകരനുണ്ണി, R ബാബു സുരേഷ്, M വത്സകുമാർ, J ബേബി ശ്രീകല, സുധാ വിജയകുമാർ, സുനിത ശിവദാസ്, ജയന്തി മധു, കരയോഗം ഭാരവാഹികളായ ഹരിദാസ് മച്ചിങ്ങൽ, GK പിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കുമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിൻ്റെ നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷീ ലീഡ്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ ക്യാമ്പ് VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ഏറെ ഉപകാരപ്രദമായ ക്ലാസ്സായി മാറിയതോടെ വിദ്യാർത്ഥികളിൽ നിന്നും വീട്ടമ്മമാരിൽ നിന്നും ഒട്ടേറെ മറുചോദ്യങ്ങളുമായി എത്തി. എല്ലാ സംശയങ്ങൾക്കും സൗമ്യവും പുഞ്ചിരിയുമായി നിന്ന് തെല്ലും പതറാതെ മറുപടിയുമായി കോഴിക്കോട്ടുകാരി ഹെന്ന അയ്യൂബും തയ്യാറായതോടെ 3 മണിക്കൂറോളം നീണ്ട ക്ലാസ് സമയം പോയതറിഞ്ഞില്ലെന്ന് വിദ്യാർത്ഥികളും
ഹെന്നയോട് ഉള്ളു തുറന്ന് സംസാരിച്ച് അധ്യാപകരും വീട്ടമ്മമാരും. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർ എത്രത്തോളം അതിനുവേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അതിനുള്ള സ്ഥലങ്ങളും ഭൂമിയും മറ്റും ഇവിടെ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിലേക്ക് മുന്നോട്ട് വരുന്നില്ല. ഒരു കൂട്ടായ്മയായി നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങളൊരു 10 പേരടങ്ങുന്ന സംഘം അല്ലെങ്കിൽ 5 പേരടങ്ങുന്ന സംഘം ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുകയാണ്. ഞങ്ങൾ കൃഷി ചെയ്ത് വളമിടാത്ത പച്ചക്കൃഷി ഇവിടെ ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ അതിനുവേണ്ട സ്ഥലത്തിന് വേണ്ടിയാണെങ്കിൽ അതിനുള്ള സ്ഥലം നിങ്ങൾക്ക് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു തരുന്നതാണ്. കാരണം ഒരു സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ആരും അതിൽ നിന്ന് പിന്നോട്ട് പോവേണ്ടതില്ല. പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ നൂതനമായ പച്ചക്കറി. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷബിത മുനീർ, ധന്യ കൃഷ്ണദാസ്, CH അസീന, PU റജില, വനിതാ ലീഗ് നേതാക്കന്മാരും പങ്കെടുത്തു. കോഴിക്കോട് സ്വദേശി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഹെന്ന അയ്യൂബാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് മാറ്റം വരണം. കാരണം ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടെടുത്തോളം, ഞാൻ എൻ്റെ അമ്മായിയമ്മേനെ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇന്ന് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വാങ്ങിക്കൊടുക്കാനും എന്നെ കൊണ്ട് കഴിയും. അതേപോലെ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് ഒരു മാസം പോലും ഉമ്മാൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ പേഴ്സിൽ പൈസ ഇല്ലാത്ത മാസമായിട്ടുണ്ട്. കാരണം എല്ലാവരും പൈസ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ അനിയത്തി ജോലി ചെയ്യുന്നുണ്ട്. വി മേക്ക് ഷുവർ ദാറ്റ് ഉമ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അതുകൊണ്ടാണ് ഉമ്മക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ പറ്റിയത്. ഉപ്പാൻ്റെ കയ്യിൽ എല്ലാപ്പോഴും പൈസ ഉണ്ടെങ്കിലും അത് ഉമ്മാക്ക് കൊടുക്കണം, ഉമ്മാക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കണം എന്നുള്ളത് ഉപ്പാൻ്റെ ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ നമ്മളെ നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ആയപ്പോഴാണ് ഉമ്മാക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടിയത്. തൊഴിൽ പരിശീലനം, കൗൺസിലിംഗ്, മാനസികാരോഗ്യ ബോധവൽക്കരണം, ഫാമിലി പ്ലാനിംഗ്, പാരന്റിംഗ് പരിശീലനം എന്നിവയിലാണ് ക്ലാസ് എടുത്തത്. വിദ്യാർത്ഥിനികൾ, വീട്ടമ്മമാർ എന്നിവരടക്കം 200-ലേറെ പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ചന്തം ചാർത്തി മുതലപ്പാറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വിപുലമായി പരിപാടികളോടുകൂടിയ രാവിലെ കടമ്പൂർ രാജകുമാരനെ സംഘവും അവതരിപ്പിച്ച നാദസ്വരത്തോടുകൂടിയായിരുന്നു പൂരാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ കേരളശ്ശേരി തടുക്കശ്ശേരി മുളയംകുഴി പള്ളി മഖാം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയിറങ്ങി. മാനവമൈത്രിയുടെ സന്ദേശമുയർത്തി മാനവ സമൂഹത്തിന് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാതൃകയായി മാറിയ നേർച്ചയ്ക്ക് ഞായറാഴ്ചയായിരുന്നു സമാപനമായത്. 3 ദിവസങ്ങളായി സംഘടിപ്പിച്ച നേർച്ചയ്ക്കാണ് ഞായറാഴ്ച സമാപനമായത്. സമാപനത്തിൽ 5000-ഓളം പേർ പങ്കെടുത്തു. മുഴുവൻ ആളുകൾക്കും അന്നദാനവും ഒരുക്കിയിരുന്നു. രാവിലെ 10:30 നടന്ന മഖാം ഖബർ സിയാറത്തിന് അബ്ദുൽ അസീസ് അൽ ഹസനി നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ 1000-ഓളം പേർ സിയാറത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് നടന്ന പ്രഭാഷണത്തിനും ദുവാ മജ്ലിസിനും സയ്യിദ് മൗറൂഫ് ജിഫ്രി തങ്ങൾ കല്ലടിക്കോട് നേതൃത്വം നൽകി. നമ്മുടെ ആയുസ്സിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞുപോയി, ഇനി എത്ര ഉണ്ട് എന്ന് ഓരോരുത്തരും നിങ്ങളുടെ ആയുസ് വെച്ചൊന്ന് കണക്കാക്കുക. എന്നാൽ നമുക്കിവിടെ നന്നാവാൻ കഴിയും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയും, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയും. ആ ഒരു ചിന്ത നമുക്ക് വരിക എന്നുള്ളതാണ് വലുത്. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ കഴിയണം. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പടച്ചറമ്പ് കാണിച്ചു തരുന്നത്. പല മരണവാർത്തകളും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനു വേണ്ടിയാണ്. ഇപ്പോൾ ഇവരാണ്, അടുത്തത് നീയാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ഓരോ മരണവും നൽകുന്നത്. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലെ ഒരു വാഹനാപകടത്തിൽ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത പ്രദേശമാകുന്ന മഹല്ല് ഖത്തീബ് അബ്ദുൽ അസീസ് അൽ ഹസനി അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് സുഹൈൽ അഷരി, അബ്ദുൽ സലാം ലത്തീഫി, നൌഷാദ് സാദി, അബ്ദുൾ റഷീദ് സഖാഫി, മഹല്ല് സെക്രട്ടറി CS സിദ്ദിഖ്, മഹല്ല് പ്രസിഡന്റ് KS സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. മാനവമൈത്രിയുടെ സന്ദേശമുയർത്തി മാനവ സമൂഹത്തിന് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാതൃകയായി നേർച്ചാഘോഷം. സമാപന ദിവസം നടന്ന പ്രാർത്ഥനയിൽ ജാതിമത വ്യത്യാസമില്ലാതെ 5000-ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് KS സിദ്ദിഖ്, സെക്രട്ടറി CS സിദ്ദിഖ്,
ട്രഷറർ ടി.എ. സെയ്ദ് മുഹമ്മദ്, ചെയർമാൻ ഷംസുദ്ദീൻ, CM റസാഖ്, VM ഹനീഫ, മുഹമ്മദ് മിദ്ലാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കവളപ്പാറ എറുപ്പ ശിവക്ഷേത്രത്തിൽ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളായി വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. പഞ്ചാക്ഷരിയിൽ നിറച്ചെന്റെ ജീവൻ നടക്കലർപ്പിക്കട്ടെ ദേവരെ, നീ എന്റെ മൃത്യുഞ്ജയ മന്ത്രം കേട്ടുണർന്നാലും എൻ ശങ്കര ജീവനിൽ അമൃതം ചൊരിഞ്ഞാലും ഉറപ്പുണ്ടെനിക്കെന്റെ ജീവൻ കറുപ്പാകിൽ എറുപ്പയിലമരുന്ന തേവർ തുണവരും. ദിവസവും കാശിശേവേലി, ദീപാരാധന, ശ്രീഭൂതബലി തുടങ്ങിയ ഉത്സവ ചടങ്ങുകളും നടന്നു വരുന്നുണ്ട്. ഈ മാസം 23-നാണ് ഉത്സവാഘോഷം സമാപിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ. പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്നും വിള്ളലില്ലാത്ത വീട് പണിയാൻ പറ്റിയ ആളെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ചാണ്ടി ഉമ്മൻ. വീട്ടുകാരനെ സൈബർ ആക്രമണം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഒരാളെങ്കിലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് വയനാട്ടിലെ വീടിന്റെ കാര്യത്തിൽ കണ്ടതെന്നും UDF അധികാരത്തിൽ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണമുണ്ടാകുമെന്നും ചാണ്ടി ഉമ്മൻ. രാഹുൽ ഗാന്ധി പറയുന്ന ആൾ മുഖ്യമന്ത്രി ആകുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി. കൊടും ചൂട്. പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയും കൈവഴികളും മെലിഞ്ഞുണങ്ങുന്നു. കഠിനമായ ചൂടിൽ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ട്. വേനൽ ചൂട് കടുക്കുമ്പോൾ ആശങ്ക മാറാതെ ജനങ്ങൾ. സ്വകാര്യ ചാനൽ അവതാരികയ്ക്കെതിരെ ട്രെയിനിൽ ലൈംഗികാതിക്രമം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി 68 വയസ്സുള്ള ബാലകൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇയാളെ പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ. ദേശമംഗലത്തെ കിണറ്റിൽ അകപ്പെട്ട ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ ആൾ കിണറ്റിൽ അകപ്പെട്ടു. രക്ഷകരായി ഷൊർണൂർ അഗ്നിശമന സേന. ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനായില്ല. അമ്മയാന വരുമെന്ന പ്രതീക്ഷ പൊലിഞ്ഞതോടെ കൂട്ടം തെറ്റി പാറയെടുക്കൽ കഴിഞ്ഞ ആനക്കുട്ടിയെ ധോണി ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി വനപാലകർ. 6 ദിവസം പ്രായമായ കുട്ടിയാനയെ വനപാലകർ കണ്ടെത്തിയത് അട്ടപ്പാടി അമ്പന്നൂർ പാറയെടുക്കിൽ നിന്ന്. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.